എൻ്റെ ദേശത്തിന്, എൻ്റെ ഭവനത്തിനൊരു അനുഗ്രഹവും വിടുതലുമായി മാറുവാൻ ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങുന്ന ദൈവശബ്ദം എൻ്റെ കുടുംബത്തിനും എൻ്റെ ജീവിതത്തിനും ഒരു മാറ്റം ഭവിപ്പാൻ എല്ലാ ഹൃദയങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ ഉണർവിൻ്റെ കാറ്റടിപ്പാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ഇവിടെ നടക്കുന്ന ഈ മീറ്റിങ്ങിനെ സ്വർഗം അനുഗ്രഹിക്കും. കോട്ടയം പട്ടണത്തെ കർത്താവ് നമ്മുടെ കരത്തിൽ തരും. പുൻകുന്ന ദേശത്തുനിന്ന് ഇവിടെ വന്നിങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിക്കുവാൻ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണോ അത് ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരുവാൻ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ നമ്മുടെ കണ്ണിന് മുമ്പിൽ വെളിപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ഇവിടെ നടക്കുന്ന ആരാധനകൾ നമ്മുടെ ജീവിതത്തിൽ ശ്രുതിമധുരമാകുന്ന ഗാനങ്ങൾ ആലപിക്കുവാൻ, തൻ്റെ ദാസന്മാരെ ദാസിമാരെ പരിശുദ്ധാത്മാവ് ശുദ്ധീകരിക്കുവാൻ, ആത്മനിയോഗത്തിൻ്റെ രാത്രിയായി മാറുവാൻ, ദൈവാത്മാവ് ചിലത് കൈമാറുന്ന രാത്രിയായി മാറുവാൻ, ഇന്ന് രാത്രികാല ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം, ഇന്ന് രാത്രികാലം കല്ല് പോലുള്ള ഹൃദയങ്ങളെ മെഴുകാക്കി മാറ്റുന്ന ദൈവത്തിന്റെ കരം ഈ രാത്രികാലം പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യത്തിന്റെ കീഴിൽ ദൈവം നമ്മെ മറപ്പാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല രാത്രിക്കാ ഞങ്ങൾ സ്തോത്രം. ഈ രാത്രികാലം വിരിക്കപ്പെട്ട ചെറുകിന്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണമേ. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങാതെ ഉറങ്ങാതെ ഞങ്ങളോട് കൂടി ഇരുന്ന അങ്ങയുടെ വിശ്വസ്തതകൾക്കാ ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് രാത്രികാല കർത്താവേ, ഹോളിന്റെ അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ നിലവാരങ്ങളെ നല്ല നിലത്ത് വീണ വിത്ത് പോലെ 30, 60, 100 മേനയായി അത് ഫലവത്തായി മാറുവാൻ സ്വർഗ്ഗം കൃപ തരുവാൻ ഞങ്ങൾ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന ജനത്തെ പരിശുദ്ധാത്മാവ് കൂട്ടിവരുത്തും. വാഹനത്തെ സൂക്ഷിക്കും. പരിശുദ്ധാത്മാവിന്റെ കൃപയുടെ മറവിൽ സ്വർഗ്ഗമറപ്പാൻ ഞങ്ങൾ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുക. കർത്താവ് ശ്രുതിമധുരമാകുന്ന ഗാനങ്ങൾ ആലപിക്കുവാൻ നിന്റെ ദാസ്യദാസന്മാരെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ പാടി, ആത്മാവിൽ കർത്താവെ ആരാധിച്ചു, ആത്മാവിൽ ശക്തിയോടെ പുറത്തു വരുവാൻ ആത്മനിയോഗത്തിന്റെ മണ്ഡലം ഞങ്ങളുടെ ജീവിതത്തെ വ്യാപരിപ്പാൻ ഞങ്ങൾ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിന്റെ മേഘത്തിന്റെ കീഴിൽ ഇരുന്നു കൊണ്ട് അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ സ്വർഗ്ഗം ഞങ്ങൾക്ക് കൃപ തരണമേ. പാടുവാൻ, ആരാധിപ്പാൻ സ്വർഗ്ഗം ഞങ്ങൾക്ക് കൃപ നൽകിയാട്ടെ. ഞങ്ങളെ എല്ലാം സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് രാത്രികാലം വളരെ പ്രാർത്ഥനയോടെ നമുക്ക് തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ചില പാട്ടിൻ്റെ വരികൾ ഒന്ന് പാടി ധ്യാനിച്ചതിന് ശേഷം ആരാധിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്ന് രാത്രികാലം ദിവസത്തിൽ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് തിരുസന്നിധിയിലായിരിക്കുമല്ലോ. യേശുവെന്നാടിസ്ഥാനം ആശ്രയവേനീലത്തി, യേശുവെന്നാടിസ്ഥാനം ആശ്രയവേനീലത്തി, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ. യേശു എൻ അടിസ്ഥാനം ആശ്രയ വഴിയിലേ
പൂർണ്ണതാ യേശുവിൽ ആശ്വാസത്തിൻ പൂർണ്ണതാ യേശുവിൽ പാപത്താലിൽ വന്ന ശാപക്കറകൾ നീക്കി പാപത്താലിൽ വന്ന ശാപക്കറകൾ നീക്കി ശൂരിത ദിവസം ആകാരമായി ശൂരിത ദിവസം ആകാരമായി യേശുയൻ ആദിസ്ഥാനം യേശുയൻ ആദിസ്ഥാനം ആശ്വാസത്തിൻ പൂർണ്ണതാ യേശുവിൽ ആശ്വാസത്തിൻ പൂർണ്ണതാ യേശുവിൽ വമ്പിച്ച ലോകത്തീര തീരുവോട് വമ്പിച്ച ലോകത്തീര തീരുവോട് ായ ആൻപോടി ആൻപോടി യേശുയൻ ആദിസ്ഥാനം യേശുയൻ ആദിസ്ഥാനം ആശ്വാസത്തിൻ പൂർണ്ണതാ യേശുവിൽ ആശ്വാസത്തിൻ പൂർണ്ണതാ യേശുവിൽ
ഉയർത്തിയിടും ഞാൻ തുണയാരുളൂ വഞ്ചിരിയിൽ ഉയർത്തിയിടും ഞാൻ തുണയാരുളൂ വഞ്ചിരിയിൽ സഹായോ വാരം കൂകി അതിലും വാഴൂ യഹോവയിൽ സഹായോ വാരം കൂകി അതിലും വാഴൂ യഹോവയിൽ ഉയർത്തിയിടും ഞാൻ തുണയാരുളൂ ഉയർത്തിയിടും ഞാൻ തുണയാരുളൂ ഇസ്രായേലിൽ കാവൽക്കാരൻ നിജഭാരമില്ല. ഇസ്രായേലിൽ കാവൽക്കാരൻ നിജഭാരമില്ല. തുണയാരുളൂ ഉയർത്തിയിടും ഞാൻ തുണയാരുളൂ വഞ്ചിരിയിൽ. വാടിയിടുന്ന സുർഗസിയോ വാരസേന ഗാനം പാടി വാടിയിടുന്ന സുർഗസിയോ ധ്യാനിച്ചിടൂ തുണയാരുളൂ വഞ്ചിരിയിൽ. തുണയാരുളൂ വഞ്ചിരിയിൽ.
ശുഭയിരും സുൽപൂരിയെ തീരവാതിയെ ചീർത്തിയിടുന്നു. ശുഭയിരും സുൽപൂരിയെ തീരവാതിയെ ചീർത്തിയിടുന്നു. ശോഭിതപൂ ഞാൻ കത്തിയിടുന്നു. ശോഭിതപൂ ഞാൻ കത്തിയിടുന്നു. നിന്റെ കൈകൾ ഉദയാരുളു വൻകീരിയിൽ ഉയർത്തിയിടും ഞാൻ. നിന്റെ കൈകൾ ഉദയാരുളു വൻകീരിയിൽ. തുറന്ന് സന്തോഷത്തോടെ ദൈവത്തെ ഇന്ന് രാത്രികാലം ആരാധിക്കാം. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് തിരുസന്നിധിയിലായിരിക്കുമ്പോൾ പാട്ടിന്റെ വരികൾ പാടുന്നു. യേശുവൻ അഭയ കേന്ദ്രം, മാറ്റമില്ലാത്ത സ്നേഹിതൻ, സ്തോത്ര സ്തുതികൾക്ക് യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്ന് ഞാൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം മാറ്റമില്ലാത്ത, വാക്ക് പറഞ്ഞ മാറാത്ത ആ ദൈവത്തെ ഇന്ന് രാത്രികാലം നമുക്ക് കരങ്ങൾ ചേർത്തടിച്ച് അതിനെ തുറന്ന് സന്തോഷത്തോടെ നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം.
യേശുവിന്റെ പ്രിയഗീതം ആത്മോല്ലസിക്കുന്നേ സ്തോത്രസ്തുതിക്കുയോഗ്യേ വാഴ്ത്തം സ്തോത്രസ്തുതിക്കുയോഗ്യേ വാഴ്ത്തം യേശുരാജന്റെ ചേർക്കാം ഏകരുടനായി വരോ യേശുരാജന്റെ ചേർക്കാം ഏകരുടനായി വരോ യേശുവിന്റെ പ്രിയഗീതം ആത്മോല്ലസിക്കുന്നേ യേശുവിന്റെ പ്രിയഗീതം ആത്മോല്ലസിക്കുന്നേ സ്തോത്രസ്തുതിക്കുയോഗ്യേ വാഴ്ത്തം സ്തോത്രസ്തുതിക്കുയോഗ്യേ വാഴ്ത്തം സ്തോത്രസ്തുതിക്കുയോഗ്യേ വാഴ്ത്തം സ്തോത്രസ്തുതിക്കുയോഗ്യേ വാഴ്ത്തം അവൻ പിടിച്ചു അവൻ എന്റെ കാല് പിടിച്ചോ എന്റെ ആ സമൂഹമേ ആ സമൂഹമേ ഭയമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ ഈ പ്രാർത്ഥനത്തിൽ സൃഷ്ടിമാറ്റനായി ഈ പ്രാർത്ഥനത്തിൽ സൃഷ്ടിമാറ്റനായി ഈ പ്രാർത്ഥനത്തിൽ സൃഷ്ടിമാറ്റനായി ಇದು ಸ್ವಾಮೀಯ ಸಂತೋಷವೇ ಈ ಪಾತ್ರದಲ್ಲಿ ಸೃಷ್ಟಿಗಾತನಾಗಿ ಈ ಪಾತ್ರದಲ್ಲಿ ಸೃಷ್ಟಿಗಾತನಾಗಿ ಪಾವಕ್ಕೆ ಜೀವನೆ നൽകിയവേ ಇದು ಸ್ವಾಮೀಯ ಸಂತೋಷವೇ ಆತ್ಮವೇ ಪರಮಾತ್ಮ ಇದು ಸ್ವಾಮೀಯ ಸಂತೋಷವೇ ಈ ಪಾತ್ರದಲ್ಲಿ ಸೃಷ್ಟಿಗಾತನಾಗಿ
ഈ പ്രാർത്ഥനത്തിൽ സൃഷ്ടികർത്താവ് ഈ പ്രാർത്ഥനത്തിൽ സൃഷ്ടികർത്താവ് ഈ പ്രാർത്ഥനത്തിൽ സൃഷ്ടികർത്താവ് ഈ പ്രാർത്ഥനത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.
പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ സമയങ്ങളെ വേർതിരിക്കാം. ദൈവത്തെ എത്രമാത്രം സ്തുതിച്ചാലും മതി വരത്തില്ല, എത്രമാത്രം ആരാധിച്ചാലും പോരാ, മതി പോരാ. ദൈവം ചെയ്ത ഉപകാരങ്ങൾ, ദൈവം നടത്തിയ വിധങ്ങൾ, ദൈവം നമ്മളെ സംരക്ഷിച്ച വിധം, ദൈവം നമ്മളെ ഇവിടം വരെ കൊണ്ടുവന്ന വിധങ്ങൾ ഓർക്കുമ്പോൾ അതരങ്ങൾ തുറന്നാൻ പറ്റില്ല, കരങ്ങൾ ചേർത്തടിച്ച പറ്റില്ല. ചെയ്തതിനൊത്തവണ്ണ നന്ദി കരേറ്റുവാൻ, മണിക്കൂറുകളിൽ ഇരുന്ന് ആരാധിച്ചാലും മതി വരത്തില്ല. അത്രമാത്രം ദൈവസ്നേഹത്തിന്റെ കരുതൽ അനുഭവിപ്പാൻ കർത്താവ് കൃപ നൽകിയല്ലോ. ഇന്ന് രാത്രികാലം ആ നാമത്തെ ഉയർത്തുന്നതിൽ, ആ നാമത്തെ ആരാധിക്കുന്നതിൽ, ആ നാമത്തെ സ്തുതിക്കുന്നതിൽ ഇന്ന് രാത്രികാലം എത്ര വലിയ സന്തോഷമാ, എത്ര വലിയ ആനന്ദമാ, എത്ര വലിയ പ്രത്യാശയാ, എത്ര വലിയ വിടുതല, എത്ര വലിയ ആനന്ദകരമാണ്. ഇന്ന് രാത്രികാലം പാട്ടുകാരൻ പാടുന്നത് പോലെ ചേർന്ന് ഇന്ന് രാത്രി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രികാലം നമ്മുടെ ദൈവത്തെ ആരാധിക്കാം. ഇന്ന് രാത്രികാലം നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുവാൻ, ഇന്ന് രാത്രി ദൈവം ചെയ്ത ഉപകാരങ്ങളെ, ദൈവം ചെയ്ത നന്മകളെ, ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഓർത്തുകൊണ്ട് ഇന്ന് രാത്രികാലം ചേർന്ന് പാടി, ഇന്ന് രാത്രികാലം കരങ്ങളെ തട്ടേണ്ട, ആദരങ്ങളെ തുറന്നുകൊണ്ട്, കണ്ണുകളെ അടച്ചുകൊണ്ട്, പുറം കണ്ണടഞ്ഞ് ഹൃദയ കണ്ണുകൾ തുറന്നുകൊണ്ട് ഇന്ന് രാത്രികാലം ചെയ്ത നന്മകളെ ഓർത്തു വേണം ഇന്ന് രാത്രികാലം ചേർന്ന് പാടിയതിനു ശേഷം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ സമയങ്ങളെ വേർതിരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു സ്തുതിച്ചിടുമെന്നു. ഒന്നുമില്ലാതെ എന്നുടെ ചായയെ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ചെന്നെ പുത്രനെ തന്നൊരേക്ഷിച്ചു ഒരിക്കൽക്കൂടെ ഒന്നുമില്ലായി നിന്നുടെ ചായയെ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ചെന്നെ പുത്രനെ തന്നൊരേക്ഷിച്ചു നീ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു സ്തുതിച്ചിടുമെന്നു അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു സ്തുതിച്ചിടുമെന്ന്
യുഗാന്ത്യകാലത്തിൽ നിത്യമാത്രപാദശോഭിതത്തിലെ രക്ഷപ്പെട്ടോരക്കേരെ വിളിക്കുന്നേരെ കാണുന്നോ പേർവിളിക്കുന്നേരെ കാണു പേർവിളിക്കുന്നേരെ കാണു പേർവിളിക്കുന്നേരെ കാണു പേർവിളിക്കുന്നേരെ കാണുന്നോ പേർവിളിക്കുന്നേരെ കാണു പേർവിളിക്കുന്നേരെ കാണു പേർവിളിക്കുന്നേരെ കാണു പേർവിളിക്കുന്നേരെ കാണുന്നോ ശോഭിത പ്രഭാവത്തിൽ ക്രിസ്തൻ ശോഭനാരിപ്പാനുയർത്തുക ഭക്തഭാവനാകാശപ്പുറത്തുടേടുമ്പോൾ പേർവിളിക്കുന്നേരെ കാണുന്നോ പേർവിളിക്കുന്നേരെ കാണു പേർവിളിക്കുന്നേരെ കാണു പേർവിളിക്കുന്നേരെ കാണു പേർവിളിക്കുന്നേരെ കാണുന്നോ പേർവിളിക്കുന്നേരെ കാണു പേർവിളിക്കുന്നേരെ കാണു പേർവിളിക്കുന്നേരെ കാണു പേർവിളിക്കുന്നേരെ കാണുന്നോ അധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിടട്ടെ തസ്നേഹത്തിൽ പാത്രത്തിലെ വേല തീർത്തു ജീവിതത്തിൽ പേർവിളിക്കുന്നേരെ കാണുന്നോ പേർവിളിക്കുന്നേരെ കാണു പേർവിളിക്കുന്നേരെ കാണു പേർവിളിക്കുന്നേരെ കാണു പേർവിളിക്കുന്നേരെ കാണുന്നോ പേർവിളിക്കുന്നേരെ കാണു പേർവിളിക്കുന്നേരെ കാണു പേർവിളിക്കുന്നേരെ കാണു പേർവിളിക്കുന്നേരെ കാണുന്നോ പേർവിളിക്കുന്നേരെ കാണുന്നോ പേർവിളിക്കുന്നേരെ കാണുന്നോ
രാത്രികാലം പേർ വിളിക്കുന്ന സമയത്ത് നമ്മുടെ പേരും കാണുവാൻ കർത്താവ് ക്രമം നൽകട്ടെ. ഒരു മെസ്സേജിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ മീറ്റിംഗും പ്രാർത്ഥനയിലേക്ക് നമ്മൾ പോകുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ ദേശത്ത് ദൈവം നമ്മളെ കൊണ്ടെത്തിച്ചത് ആശ്രയിപ്പാനൊരു ദേഹിയുമില്ല, ആശ്വസിപ്പാനൊരു ഇടവുമില്ല. ആശ്രയിപ്പാനൊരു ദേഹിയുമില്ല, ആശ്രയിപ്പാനൊരു ഇടവുമില്ല. ഒന്നേ മാത്രം ജീവമൊഴിയിൽ, ഒന്നേ മാത്രം ജീവമൊഴിയിൽ, മണ്ണിലെന്നാശ്വാസമാ എനിക്ക്, മണ്ണിലെന്നാശ്വാസമാ, മണ്ണിലെന്നാശ്വാസമാ എനിക്ക്, മണ്ണിലെന്നാശ്വാസമാ. എനിക്കൊരു തുണനീ എത്തിയേ, എനിക്കൊരു തുണനീ, എനിക്കൊരു തുണനീ എത്തിയേ, എനിക്കൊരു ദുരിതം നേരെ മരുവിലെ വാസത്തിൽ, ദുരിതം നേരെയോ മരുവിലെ വാസത്തിൽ, എനിക്കൊരു തുണവേ എത്തിയേ, എനിക്കൊരു തുണവേ, എനിക്കൊരു തുണവേ എത്തിയേനെ, എനിക്കൊരു തുണവേ. വീണ്ടും നമുക്ക് പ്രാർത്ഥന വിഷയങ്ങൾ ദൈവത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നിത്യമായി നിത്യമായി എന്നാത്മാവു വചിക്കുന്നി ഞാനൊന്നു ചേരുമോ, എന്നാത്മാവു വചിക്കുന്നി ഞാനൊന്നു ചേരുമോ. അവനിടം വിട്ടു ശരീരവേദന, അവനിടം വിട്ടു ശരീരവേദന, ലോകിയാലെ ഞാൻ വീടോടടുത്തുമേ, ലോകിയാലെ ഞാൻ വീടോടടുത്തുമേ. എന്നല്ല തീർന്നു ഞാൻ ഹല്ലേലൂയ പാടൂ, എന്നല്ല തീർന്നു ഞാൻ ഹല്ലേലൂയ പാടൂ. മന്നാവനാം യേശുവിനോട് കൂടെ വാണിയോ, മന്നാവനാം യേശുവിനോട് കൂടെ വാണിയ പാർപ്പിടോ, എട്ടിയ പാർപ്പിടോ ആരാധനാഥ്യോ, എട്ടിയ പാർപ്പിടോ മനോഹരാഥ്യോ. കുത്തുകേളാൽ നിർവീണമാ 12 ഗോപുരോ, കുത്തുകേളാൽ നിർവീണമാ 12 ഉയർപ്പിച്ചവനായി, ഉയർപ്പിച്ചവനായി നിത്യാജീവൻ നൽകൂ, ഉയർപ്പിച്ചവനായി നിത്യാജീവൻ നൽകൂ. കർത്താവിനോടു കൂടെ നിത്യവാസമേ, കർത്താവിനോടു കൂടെ
നിത്യവസരമേ ഉയർത്തും ജീവനാ നിത്യാജീവൻ നൽകൂ ഉയർത്തും ജീവനാ നിത്യാജീവൻ നൽകൂ കർത്താവിനോട് കൂടെ നിത്യവസരമേ കർത്താവിനോട് കൂടെ നിത്യവസരമേ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവേ യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവേ താനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു നിൻ താനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു യേശുവേ നീക്കു ചെയ്ത നന്മകേട്ടിടുന്നു യേശുവേ നീക്കു ചെയ്ത നന്മകേട്ടിടുന്നു നന്ദി കൊണ്ട് മനം പാടിടുവിൻ സ്തോത്രഗാനത്തിൻ പല്ലവികൾ നന്ദി കൊണ്ട് മനം പാടിടുവിൻ സ്തോത്രഗാനത്തിൻ പല്ലവികൾ യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവേ യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവേ നിൻ താനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു നിൻ താനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിക്കലൂടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സ്വർഗം അനുഗ്രഹിക്കട്ടെ. അവർ ചെയ്യുന്നു സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്വർഗനാട്ടിൽ പ്രിയതീരും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ സ്വർഗനാട്ടിൽ പ്രിയതീരും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ മമകാതിരെ മുന്നു കാണുവാൻ മനക്കാതു കാത്തിരുന്നു മമകാതിരെ മുന്നു കാണുവാൻ മനക്കാതു കാത്തിരുന്നു. ഇനി മണ്ണിരിച്ചിയും രാത്രി ഇന്ന് പിന്നതാക്കൂ ഇനി മണ്ണിരിച്ചിയും രാത്രി ഇന്ന് പിന്നതാക്കൂ ഇന്ന് വന്നു നിന്നെ ചേർക്കുമോ അന്ന് തീരും നിന്നെ ചേർക്കുമോ അന്ന് തീരും വേദനേ
Raja,
വിശ്വമരഞ്ജന വേദകരക്ഷകരഞ്ജന അഞ്ജന വൈരകരകജല ചൂടമരഞ്ജന വരവരവരവ കുടകാരകമരാതികരകജല ചൂടമരഞ്ജന വരവേ അഞ്ജനകറ്റോ ജീവനകറ്റോ വൈശ്വകരം ചൂടമരമരവ കുടകാരകജലകരക ചൂടമരം ചൂടമരുട്ടാരാജ അസ്താരാജ ദീപാപാപ ശാബാരാപാരത്തെ വീകം നൗഡവരം ചൂടവക്ഷവരം ചൂടവൈരകരകജല കുടകാരകമരാതികരകജല ചൂടമരം ചൂടമരമര അഞ്ജനകറ്റല ജീവന വിശ്വമരം ചൂടമരമരമരവ ചൂടജേര വൈരചാര ചൂടച്ചൗട അസ്താരച്ചൗടവരം ചൂടവക്ഷവരം ചലവരവ കുടകച്ചാര ജീവന കെട്ടി വേദകരം ചലവരവേ അഞ്ജനരാജകരം ചൂടവക്ഷവരം ചലവരവരവരവ ചൂടകരഞ്ജന വിശ്വമരം ചൂടവൗകവരം ചലവരവ കുടകച്ചാര ജീവചാര വൈരചാര വേദം അഞ്ജനകറ്റ പ്രൗഢവരം ചല വിശ്വമരം ചൂടവരവ അത്യുതമാനം ജീവനകറ്റല വൈദകരം ചലവരവേ കുടകച്ചാര ജീവശുദ്ധ രീവബാബ ഹംസ അസ്താരച്ച പ്രൗഢചാര വൈദകരം ചലവരവ വിച്ചലകടകടകടക ശബ്ദ പ്രൗഢവരം ചുലവരവ അത്യുതമാനം ജീവനകറ്റ വൈശകരം ചലവരവ ചൂടാരാജ രീവബാബ ഹംസ രാജാരീക ദേവശബ്ദ സൈഡ രീവശംഭവരാജേ അത്യുതവരവര ബൗദ്ധവരം ചല വൈശകരം ചലവരവ കുടകച്ചാര ജീവശുദ്ധ രീവബാബ ഹംസ അസ്താരച്ച പ്രൗഢചേര വൈരചാര ഇരന്തം അത്യുതമാനം ചുലവൈദകരകടല ചൂടവേ കുടകച്ചാര പേരകെട്ട പ്രൗഢചാര വേദം അസ്തലകെട്ട ജീവനകെട്ടല വൈദകരം ചലവരവ കുടവച്ചാര ജീവശബ്ദാർഷകാര ദീപ അത്യുതകരകടക ചുലവരവര ബൗദ്ധവരം ചലവരവ ജീവകരം ചല വിക്ഷവരം ചല വൈധാരകതലകടകെ അത്യുമാര ജീവമാപാരികാലാപാരംഭ ജീവശബ്ദേ ഈക പ്രൗഢേ ജീവശബ്ദവരാജ അസ്തലകരകടക ചുലവരവര ബൗദ്ധവരം ചലവരവ ചൂടത്തേര വൈരചാര ജീവമാപാരംഭേ അസ്താരച്ച പ്രൗഢചേര വൈരചാരാധാര ജീവശബ്ദേ ഈക പ്രൗഢവരം ചലവരവരബുദ്ധേ അത്യുതമാനരക്ഷരം ചലവൈധാരാജാരീക ദീപാബാബ ഹംസാരാജ ദീപാരാമരബുദ്ധ അസ്തലകെട്ടം ജീവനകെട്ടം വൈശ്വരം ചലവരവ അത്യുതമാനാരീ വർഷബ്ദേ ദീപാബാബ ഹംസേ ദീനചാല വൈരചാര ജീവനകെട്ടം പ്രൗഢ അസ്തലകെട്ട ജീവനകെട്ടല വൈദകരം ചലവരവ കുച്ചലകടക ചൂടചാര വൈരചേര വൈര അത്യുരച്ച പ്രൗഢചേര വൈരചാരാരികതേ കുടവച്ചാരം വൈശാരം ദീപ പ്രൗഢവരം അസ്തലകെട്ടല പ്രൗഢവരം ജലവിക്ഷവരം ജലവരവ കുടകച്ചാര ജീവശബ്ദരം ഉദ്ധവരം ജലവരവേ അത്യുതമാനം ജീവനകെട്ടല വൈദകരം ചലവരവ അസ്താരച്ച പ്രൗഢചേര വൈരചാരാധാര ജീവശാര ധീരവാന ധൂലവാന ബുദ്ധ അത്യുരച്ച പ്രൗഢചേര വൈരകാര ജീവനെ അസ്തലകടകടക ചുലവൃത്തമരം ജലവരവരവരവ കുടകച്ചാര ദീപാരംഭാരംധാരാജാരീക അത്യുരച്ച പ്രൗഢനാര വേദകെട്ടി പ്രൗഢേ അസ്തലകടകട ലക്ഷ്മരം ജലവൃത്തമരം ജലവരവരവ അത്യുരമാനം ജീവനകെട്ടം വൈദകാര ദീപ അസ്താരച്ച പ്രൗഢചേര വൈരചേര വൈരേ അത്യുരച്ച പുരുഷകാര ജീവനകെട്ട പരകൾ അത്യുരമാനം ജീവനകെട്ട വൈരധാര ധാര ദീപമാരിക ബാബ ശബ്ദബാബ ചൂടചേര വൈരകാര ജീവാരാമ ചൂടചേര വൈരചാര ജീവനകെട്ടവരം ജലവരവ ശബ്ദാരാജാരികാരാജാരിക അത്യുലവരവരവുദ്ധാരാജാരീവ അസ്താരച്ച പ്രൗഢചേര വൈരകാര ജീവാരച്ച പ്രൗഢചേര വൈരകാര ജീവാരാമ ചൂടചേര വൈശ്യകാര ജീവനകമലാരികരകടക ചൂടചേര വൈരാജാരികമാല ചൂടാരാഗ്രവ ശിവരം ജലബുദ്ധവരം ജലവരവ അത്യുലമാനം ജീവനകെട്ടല വൈദകരം ചലവരവേ അസ്താരാജാരീബാബാ നീരാജാരാജീവേ അത്യുമാര ജീവശബ്ദാരിഷബ്ദാരാധീര അത്യുരച്ച വൈരകാര ജീവനകെട്ട പരകം അത്യുലമാനം ജീവനകെട്ട വൈശ്യകാര ധേരേ ദീപാബാബാരികമാബ ശവാരാധൂര ധീരകാല ജീവാരച്ച പ്രൗഢചേര വൈര ചൂടവരം ജലവിക്ഷവരം ജലബുദ്ധാരാജാരീജ ദീകമാരാധൂരചേര വൈരകാര ദീപ അസ്തലകടക ചൂടചേര വൈരചാരാദീപ അത്യുരാജാരീബാബ ശവാരവരവ ചൂടധീരധീരവ ശബലവരിഘവരിഘവര ദീപരവ അസ്തലകടകടബുദ്ധവരം ജലവിക്ഷവരം ജലവേദകരം ചലവരവരവ ശാരാജ Thank you Lord hallelujah റികവരവ ടിവിരി വിശ്വാസരാജരെ ചൂടവർക്കവലകടക സിയാരവ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാല വചനത്തിന് മുമ്പിൽ നാം ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടുന്ന വചനങ്ങൾ വാരി വിതറുവാൻ, അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുവാൻ, ദൈവസന്നിധിത്തോളമായിരിക്കാൻ കർത്താവ് കൃപ നൽകിയല്ലോ. തുടർന്നുള്ള വചന സന്ദർഭം നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയത് ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ നമുക്കെല്ലാം പ്രതികൂലമായിരുന്നു, വളരെ മാർഗ തടസ്സങ്ങൾ ഉണ്ടാക്കി. പക്ഷേ ഇന്നത്തെ വിശുദ്ധ ആരാധനയിൽ ഇന്ന് രാത്രികാലം നമുക്ക് എത്തിച്ചേരുവാൻ നല്ല
എല്ലാ കാലാവസ്ഥകൾ കർത്താവ് നൽകിയത് ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിന് സർവ്വ മാനവും മഹത്വവും ഞാൻ അർപ്പിക്കുകയാണ്. ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിന്മേൽ പറഞ്ഞു തീരാത്ത ദാനം ദൈവം ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ എത്രമാത്രം സ്തുതിച്ചാലും മതി വരത്തില്ല, എത്രമാത്രം ആരാധിച്ചാലും മതി വരത്തില്ല. ദൈവത്തിൻ്റെ കരുതൽ ഭയങ്കരമാണ്. 7-ാം മാസത്തെ അവസാനത്തെ സൺഡേയിലേക്ക് നാം വന്നെത്തി. ഇനിയും ഒരു സൺഡേ ഇനി നമുക്ക് ശേഷിക്കുന്നത് 8-ാം മാസത്തിലാണ്. ഈ വർഷം വിട്ടുപോകുവാൻ ചില മാസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. 2025 തള്ളിക്കൊണ്ട് 2026 പ്രവേശിക്കുവാൻ കർത്താവ് നമുക്ക് ദീർഘായുസ്സും ആരോഗ്യം കർത്താവ് നൽകട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ഒന്നിച്ചുള്ള ആരാധന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷവും വിടുതലുമായി മാറട്ടെ. 8:30 നമ്മുടെ മീറ്റിംഗ് അവസാനിക്കണമല്ലോ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് തിരുസന്നിധിയിലായിരിക്കാം. വചനത്തിന് മുമ്പിൽ നമുക്ക് നീതി പുലർത്താം. മർക്കോസിന്റെ പുസ്തകം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങളാണ് പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ തന്നിരിക്കുന്നത്. ഇന്ന് രാത്രികാലം നാം അത് ശുശ്രൂഷിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ചിന്തയിലേക്ക് നമ്മൾ പോകുന്നത്. നമുക്ക് അതിൻ്റെ വാക്യങ്ങൾ വായിച്ച് ദൈവ സാന്നിധ്യത്തിന് കീഴിലിരുന്നു കൊണ്ട് വചനം ശ്രവിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. നാം എല്ലാം വളരെ ശാന്തതയോടെ ആയിരിക്കുമ്പോൾ ഇന്ന് രാത്രികാല വചനം ശബ്ദമുയർത്തി വായിച്ച് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46-ാമത്തെ വാക്യം. അവർ യെരിഹോവിൽ എത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികിൽ ഇരുന്നു. നസ്രേനായ യേശു എന്ന് കേട്ടിട്ട്, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മതി, നമുക്ക് ചിന്തയിലേക്ക് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇതിന്റെ തലക്കെട്ടുകളൊന്നും വ്യക്തമായി കാണുന്നില്ല. ഇവിടെ നമ്മൾ കാണുന്നത് അവർ യെരിഹോവിൽ എത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തമായി. ഓർക്കാം, യെരിഹോ എന്ന് പറയുന്നത് യോർദാന് പടിഞ്ഞാറ് ഉള്ള ഒരു നഗരമാണ് യെരിഹോ എന്ന് പറയുന്നത്. യേശുവും ശിഷ്യന്മാരും ഓർക്കുക, യാത്ര ചെയ്തു പോകുന്ന സമയത്ത് തിമായിയുടെ മകനായ ബർത്തമായി, വേറെ ഒരു അഡ്രസ് ഒന്നും പറയുന്നില്ല. ഈ തിമായിയെ കുറിച്ച് നല്ലവണ്ണം ആ ദേശത്തുള്ളത് അറിയാം, ആ ദേശത്തുള്ള വ്യക്തികൾക്കറിയാം. തിമായും അന്ധനാണ്, അവന്റെ തലമുറയാണ് ബർത്തമായി. അപ്പന്റെ രോഗം ഓർക്ക അവസ്ഥ ഈ മോനും ഉണ്ടാകുക. അതുകൊണ്ട് ഈ ബർത്തമായിയെ കുറിച്ച് ഒരു വലിയ തലക്കെട്ടൊന്നും പറയേണ്ട കാര്യമില്ല. അവന്റെ അപ്പനെ കുറിച്ച് യെരിഹോവിലുള്ള വ്യക്തികൾക്ക് നല്ലവണ്ണം അറിയാം. ഇവൻ അപ്പൻ അന്ധനാണ്, അവന്റെ മകനാണ് തിമായിയുടെ മകനായ ബർത്തമായി. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു കാര്യം ഇതാണ്, യേശു അതിലെ പോകുന്നു എന്ന് അവൻ കേട്ടു. അതിനുശേഷം അവൻ പറയുക, യേശുവേ, നസ്രേനായ യേശു എന്ന് കേട്ടിട്ട്, ദാവീദിന്റെ പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. ഇവിടെ നമ്മൾ കാണുന്ന ഭാഗം ഇങ്ങനെയാണ്. ഇവന് കാഴ്ച ശക്തി ഇല്ലെങ്കിലും ഇവന് നല്ല കേൾവി ശക്തിയുള്ളവനാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ അവൻ ബെറ്ററാ. എല്ലാവർക്കും ദൈവം എല്ലാ കഴിവുകളും കൊടുത്തിട്ടില്ല. ചിലർക്ക് പാടാനുള്ള കഴിവാണെങ്കിൽ വേറൊരാൾക്ക് കൊട്ടാനുള്ള കഴിവാ, വേറൊരാൾക്ക് പ്രസംഗിക്കുവാനുള്ള കഴിവാ, വേറൊരാൾക്ക് പ്രാർത്ഥിക്കാനുള്ള കഴിവാ, മറ്റു ചിലർക്ക് മറ്റുള്ളവരെ ഡീല് ചെയ്യുവാനുള്ള കഴിവതാ. പക്ഷെ ഇവന് നമ്മൾ കാണുന്നത്, ഇവന് കണ്ണ് കാണത്തില്ല, പക്ഷെ ഇവന് നല്ല കേൾവി ശക്തി ഉള്ളവനാ. 2, എല്ലാ ഭിക്ഷക്കാരെക്കാട്ടിൽ അവൻ വ്യത്യസ്തനാണ്. അവൻ ആളിനും തരവും കണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. നമ്മുടെ നാട്ടിലൊരു ചെല്ലുണ്ട്, മാർക്കറ്റ് കണ്ടു വേണം ചരക്കിറക്കുവാൻ. കോട്ടയം മാർക്കറ്റിൽ 10 കിലോ കപ്പ വിൽക്കുമെങ്കിൽ പൊൻകുന്നത്ത് കൊണ്ടുവന്ന് 10 കിലോ ഇട്ടാൽ വിറ്റ് പോകത്തില്ല. പൊൻകുന്ന മാർക്കറ്റ് പോലെ, കോട്ടയം മാർക്കറ്റ് പോലെയല്ല പൊൻകുന്ന മാർക്കറ്റ്. പക്ഷേ ഇവൻ ഓർക്കുക, ഇവൻ യേശു അതിൽ പോകുന്നു എന്ന് മനസ്സിലായിട്ട് മറ്റുള്ളവരോട് ചോദിച്ചതുപോലെ എന്തെങ്കിലും തരണമെന്നല്ല ചോദിച്ചത്. അവൻ അപേക്ഷിച്ചതൊരു കാര്യമാണ്, ഇവൻ നസ്രേനായ യേശുവാണ്.
ഇവനോട് നിലവിളിച്ചാൽ, ഇപ്പോൾ ഇവന്റെ മുമ്പിൽ ഞാൻ കരഞ്ഞാൽ എന്റെ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുമെന്നും ആരും പറയാതെ തിമായിയുടെ മകനായ ബർത്തമായിക്ക് ഇങ്ങനെ ഒരു ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ആവശ്യങ്ങൾ ഇന്ന് രാത്രിക്കാലം ചെയ്യേണ്ട സമയത്ത് കൃത്യമായി ചെയ്യുവാൻ തയ്യാറായാൽ, നിലവിളിക്കേണ്ട സമയത്ത് കൃത്യമായി നിലവിളിക്കുവാൻ തയ്യാറായാൽ, യേശു നമ്മുടെ നിലവിളി കേട്ടിട്ട് മുഖത്തിരിക്കുന്നവനല്ല. ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം ഇതാണ്. എത്ര വലിയ പ്രോഗ്രാം ഉണ്ടെങ്കിലും, എത്ര വലിയ തിരക്കാണെങ്കിലും, നിലവിളിക്കുന്നവർ മുമ്പിൽ നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് ഇന്ന് രാത്രികാലം ഈ മീറ്റിംഗിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം തിമായിയുടെ മകനായിരിക്കുന്ന വ്യർത്ഥമായി യേശു എന്ന് കൊണ്ടപ്പോൾ അവൻ മൗനം പാലിക്കുകയല്ലായിരുന്നു, അവൻ വായടക്കുകയല്ലായിരുന്നു. പുരുഷാരത്തിന്റെ ശബ്ദത്തിന് മീതെ എനിക്ക് ഏത് വിധേനമെങ്കിലും ഒരു വിടുതൽ ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ അവൻ ശബ്ദമുയർത്തി നിലവിളിക്കുകയാണ്. ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ നിലവിളിച്ചുവെങ്കിൽ ഇന്ന് രാത്രികാലം മൗനതയോടെ ഇരിക്കേണ്ട രാത്രിയല്ല. നിന്റെ സാഹചര്യത്തെ എടുത്തു മാറ്റുവാൻ, നിന്റെ അവസ്ഥകൾക്ക് ഭേദം വരുത്തുവാൻ, നിന്റെ കുടുംബത്തിന്റെ കെട്ടുകളെ അഴിച്ചു മാറ്റുവാൻ, പിതാക്കന്മാരുടെ ശാപം തലമുറയിലേക്ക് വരാതിരിക്കുവാൻ, പിതാക്കന്മാരുടെ മാതാപിതാക്കളുടെ രോഗം അടുത്ത തലമുറയെ ഫോളോ ചെയ്യാതിരിക്കുവാൻ, അവനൊരു വിടുതലിന് വേണ്ടി ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നുകൊണ്ട് ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നോട് കരുണ തോന്നുന്ന നിലവിളിച്ചപ്പോൾ അവന്റെ നിലവിളിയുടെ മുമ്പിൽ എന്റെ അപ്പം നിന്നുവെങ്കിൽ ഇന്ന് രാത്രിക്കാലം കരയുന്നവരുടെ മുമ്പിൽ, നിലവിളിക്കുന്നവരുടെ മുമ്പിൽ, മനസ്സ് തുറക്കുന്നവരുടെ മുമ്പിൽ ഇന്ന് രാത്രിക്കാലം കരുണയുള്ള ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിക്കാലം നമ്മളെ ആശ്വസിപ്പിക്കുന്ന മകനായി മാറട്ടെ. നിന്റെ സാഹചര്യത്തെ മാറ്റുവാൻ വൈദ്യശാസ്ത്രത്തിന് കഴിയത്തില്ല, നിന്റെ അവസ്ഥകൾക്ക് ഭേദം വരുത്തുവാൻ നിന്റെ കൂട്ടുപ്രവർത്തകർക്ക് കഴിയത്തില്ല, നിന്റെ അവസ്ഥകൾക്ക് ഇന്ന് പകരക്കാലം പരിഹാരം തരുവാൻ ഒരുവൻ ഇന്ന് രാത്രിക്കാലം ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ പേരാണ് യേശു. അവൻ ഇന്ന് രാത്രിക്കാലം നിലവിളിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രികാലം അത്ഭുതം ചെയ്യുവാൻ എന്റെ കർത്താവ് ഇന്ന് രാത്രികാലം ശക്തനെന്ന് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ദൂത് വിളിച്ചു പറയുകയാണ്. ഇതിന് മുമ്പിൽ ഓർക്ക് ജനപ്രതിനിധികൾ ആ യെരിഹോം ഓർക്ക് പട്ടണത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്, മതപണ്ഡിതന്മാർ അതിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഓർക്കുക, ആരുടെ മുമ്പിൽ ശബ്ദമുയർത്താത്തവൻ, ആരുടെ മുമ്പിൽ നിലവിളിക്കാത്തവൻ, അവന് മനസ്സിലായി എനിക്ക് അന്ധത പിടിപ്പിച്ചുമെങ്കിൽ എന്റെ മുമ്പിൽ ഇറങ്ങി വന്നിരിക്കുന്നത് ഒരു ഡോക്ടറല്ല, എന്റെ മുമ്പിൽ ഇറങ്ങി വന്നിരിക്കുന്നത് സിദ്ധാന്തങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു വ്യക്തിയല്ല. എന്റെ വിഷയത്തിന് മേൽ ഇതുമകലക്കാല പരിഹാരം തരുക. എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എന്നെ കണ്ട ഒരു ദൈവമുണ്ട്. ആ സൃഷ്ടിതാവിന്റെ മുമ്പിൽ, ആ ഈശ്വരന്റെ മുമ്പിൽ, ആ പടച്ചവന്റെ മുമ്പിൽ, ആ കർത്താവിന്റെ മുമ്പിൽ ഞാൻ മൗനതയോടെ ഇരിക്കത്തില്ല എന്നുള്ള ബോധ്യത്തോട് അവൻ സാഹചര്യങ്ങളെ മറന്ന് അവൻ നിലവിളിക്കുവാൻ തയ്യാറായി. ആരോടൊക്കെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സംസാരിക്കുക. ഈ വചനം ചിലരെ രൂപാന്തരപ്പെടുത്തുന്ന രാത്രിയാ. ഇന്ന് രാത്രികാല പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാല ചിലതിനെ പണിയുന്ന രാത്രിയാ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം മാറ്റിവെച്ച ചിലതിനെ ഇന്ന് രാത്രികാല ദൈവാത്മാവ് പണിത് പുറത്തു കൊണ്ടുവരുന്ന രാത്രിയാ. ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട് എന്റെ അവസ്ഥകൾക്ക്, എന്റെ സാഹചര്യത്തിന് ഇന്ന് രാത്രികാലം വിടിവിക്കുവാൻ കഴിവുള്ള എന്റെ ദൈവത്തിന് മുമ്പ് ഞാൻ മൗനതയോടെ ഇരിക്കത്തില്ല, ആദരങ്ങൾ പൂട്ടിയിരിക്കത്തില്ല. ഇന്ന് രാത്രികാലം എനിക്ക് ലഭിച്ച കൃപയനുസരിച്ച് അല്പസമയം ഇന്ന് രാത്രികാലം എന്റെ ദൈവത്തെ ആരാധിക്കുന്ന രാത്രിയാ.
ഗ്ലോറി 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 ഗ്ലോറി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം മനസ്സിലാക്കുക, സാഹചര്യങ്ങൾ ഓർക്കുക, സമയങ്ങൾ, അവസരങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കുവാൻ തയ്യാറാകണം, തക്കത്തിൽ ഉപയോഗിക്കുവാൻ തയ്യാറാകണം. ഓർക്കുക, അവന് മനസ്സിലായി യേശുവിനെ കുറിച്ച് അവന് നല്ല കേൾവിയുണ്ട്, പക്ഷേ അവൻ ഇന്നുവരെയും കണ്ടിട്ടില്ല. അവൻ അടുത്തു പോകണമെന്ന് ആഗ്രഹമുണ്ട്, അവന്റെ മുമ്പിൽ പരാതി പറയണമെന്ന് ആഗ്രഹമുണ്ട്, അവന്റെ മുമ്പിൽ ഭാരങ്ങൾ ഇറക്കി വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവന് സ്വയം നടന്നു പോകുവാൻ കഴിയില്ല, കണ്ണിന് കാഴ്ചയില്ല, കേൾപ്പിച്ചുവാൻ ആരുമില്ല, പിതാവിന് കണ്ണു കാണത്തില്ല, അതുപോലെ മോനും കണ്ണു കാണത്തില്ല. പക്ഷേ ഒന്ന് ഞാൻ പറയാ, നീ ഹൃദയത്തിൽ വിചാരിച്ചാൽ മാത്രം മതി, എനിക്കൊരു സൗഖ്യം വേണോ, എനിക്കൊരു വിടുതൽ വേണോ, എന്റെ അവസ്ഥകൾക്കൊരു മാറ്റം വരണമെന്ന് അകത്ത് ചിന്തിച്ചാൽ ഇന്ന് രാത്രിക്കാലം തിരിച്ചറിയ, നീ ഇരിക്കുന്ന ഇരിപ്പിടത്ത് യെരിഹോ പട്ടണത്തിൽ ആർക്കും ചെയ്യുവാൻ കഴിയാത്തത് ഇന്ന് രാത്രികാലം എന്റെ ദൈവത്തിന് ചെയ്യുവാൻ കഴിയുമെങ്കിൽ നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ തന്നെ എന്റെ കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന രാത്രിയാണ്. നീ വിളിക്കേണ്ട കാര്യമില്ല. ഇന്ന് രാത്രികാലം നിന്റെ ഹൃദയത്തിന്റെ വേദനകൾ നല്ലവണ്ണം അറിയുന്ന കർത്താവ് നിന്നെ ഒന്ന് വിടുവിക്കുവാൻ, നിന്റെ സാഹചര്യത്തെ ഒന്ന് എടുത്തു മാറ്റുവാൻ, നിന്റെ അവസ്ഥകൾക്ക് ഒരു ഭേദം വരുത്തുവാൻ നീ ഇരിക്കുന്ന അതേ പട്ടണത്തിൽ നിനക്ക് വേണ്ടി എന്റെ കർത്താവ് ഇറങ്ങി വരുമെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്? ഇന്ന് രാത്രികാലം ചില രേഖകൾ തനിക്കുന്ന രാത്രിയാ. ഇന്ന് രാത്രികാലം ചില അവസ്ഥകൾക്ക് ഇന്ന് രാത്രികാലം വ്യതിയാനം വരുന്ന രാത്രിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനു മുമ്പ് വന്നവരുടെ എല്ലാം മുമ്പിൽ എന്തെങ്കിലും അന്നുള്ള ആഹാരത്തിന് തരണമെന്ന്, അമ്മ എന്തെങ്കിലും തരണമെന്ന് കൈ നീട്ടുന്നവൻ ഇപ്പൊ നമ്മൾ കാണുന്നത് അവൻ എന്തെങ്കിലും തരണമെന്നല്ല പറയുന്നത്. ദാവീദിന്റെ പുത്രൻ, ഓർക്കുക, ഈ വെളിപ്പാട് കൂടെ ഉള്ളവർക്ക് അറിയത്തില്ലെങ്കിലും അവന് മനസ്സിലായി ഇവൻ ദാവീദിന്റെ പുത്രനാണ്. അവൻ പറയുകയാണ്, എന്റെ ദൈവം എന്റെ മുമ്പിൽ ഇറങ്ങി വന്നാൽ എന്റെ സ്ഥിതി മാറുമെന്ന ബോധ്യത്തോടെ അവനുള്ളത് കൊണ്ട് അവൻ പറയുകയാണ്, മനുഷ്യൻ തരുന്നതൊന്നും എനിക്ക് വേണ്ട, മനുഷ്യൻ തരുന്ന നാണയത്തുട്ടുകൾ ഒരു നേരത്തെ ആഹാരത്തിന് ഉതകുമ്പോൾ ഇന്ന് രാത്രികാലം എനിക്ക് വേണ്ടത് എന്റെ കർത്താവിന് ചില സൗഖ്യമാണ് ആവശ്യം, എന്റെ കർത്താവിന് ചില വിടുതലാണ് ആവശ്യം. വൈദ്യശാസ്ത്രത്തിൽ ചെയ്യുവാൻ കഴിയാത്തത്, പണത്തിന് ചെയ്യുവാൻ കഴിയാത്തത്, ആത്മനത്തിന് ചെയ്യുവാൻ കഴിയാത്തത് ഇന്ന് രാത്രികാലം എന്റെ കർത്താവിന് ചെയ്യുവാൻ കഴിയുമെന്ന അവസ്ഥയോടെ അവൻ വിളിച്ചു പറയുകയാണ്, ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ. ഓർക്കുക, ആ കരുണ അവന് മനസ്സിലായി. ഈ കരുണ വീണ ദൈവത്തിന്റെ ദയ വീണ ദൈവത്തിനെ ഓർക്കുക, സ്നേഹം എന്റെ ജീവിതത്തിൽ വന്നാൽ പിന്നെ ഇരിക്കുന്ന ഇടത്തെ ഇരിക്കേണ്ട കാര്യം എനിക്ക് വരത്തില്ല. എന്റെ സാഹചര്യത്തെ ദൈവം തുടച്ചു മാറ്റുവാനിടയായി മാറ്. ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്? എത്ര പേർക്ക് പ്രതീക്ഷയുണ്ട്? പണം കിട്ടിയ സാഹചര്യം മാറത്തില്ല, സ്നേഹത അവസ്ഥകൾക്ക് മാറ്റം വരത്തില്ല. പക്ഷേ ഇന്ന് രാത്രിക്കാലം അവന്റെ കരുണ നിന്റെ മേൽ വീണാൽ, അവന്റെ പ്രസൻസ് നിന്റെ മേൽ വീണാൽ, അവന്റെ ദയ ഇന്ന് പകലക്കാലം നിന്റെ കൂടാരത്തിൽ വീണാൽ ഇന്ന് രാത്രി തിരിച്ചറിയുക, ആർക്കും ഇന്ന് പകലക്ക് രാത്രി പ്രവചിക്കുവാൻ കഴിയാത്ത രീതിയിൽ നിന്റെ തലങ്ങളെ ദൈവാത്മാവിന് എടുത്തു മാറ്റുവാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി തിരിച്ചറിയേണ്ട കാര്യം ഇതാണ്. യേശുവിന്റെ മുമ്പിൽ അവൻ പറയുകയാണ്, എനിക്കും കരുണ വേണം. ഇതിനു മുമ്പ് അവൻ ആരോട് പറഞ്ഞിട്ടില്ല എനിക്ക് കരുണ വേണമെന്ന്. അവന് മുമ്പിൽ വന്നും പോയി നിൽക്കുന്നവരുടെ മുമ്പിൽ എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇവൻ ഒരുവനോട് മാത്രം പറഞ്ഞു, എനിക്ക് നിന്റെ കരുണ വേണം, എനിക്ക് നിന്റെ ദയ വേണം, എനിക്ക് നിന്റെ കൃപ എന്റെ ജീവിതത്തിൽ വേണമെന്ന്. പക്ഷേ അവിടെ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്, അവന്റെ ശബ്ദം യേശുവിന്റെ കാതിലെത്തി. 48-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ ഏറ്റവും അധികം നിലവിളിച്ചു. അപ്പോൾ യേശു നിന്നു. ഒന്ന് ഞാൻ പറയാ, ഒരു വിടുതൽ നടക്കുവാൻ, ഒരു ദൈവ പ്രവൃത്തി നടക്കുവാൻ, കർത്താവിന്റെ പ്രവൃത്തിയുടെ സമയമായപ്പോൾ ഓർക്ക കൂടെ വന്നവർ ചെയ്തു നിന്നു. എന്താ ഈ ശബ്ദം ഞങ്ങൾക്ക് അലങ്കോലമാണ്, എന്തിനാണ് ഇങ്ങനെ നിലവിളിക്കുന്നത്? മിണ്ടാതിരിക്കുവാൻ പറഞ്ഞു. പക്ഷെ ഞാനൊന്ന് പറയാ, അവന്റെ ശബ്ദം മറ്റുള്ള
മറ്റുള്ളവർക്ക് അരോചകത്വമായി മാറിയാലോ, അവന്റെ ശബ്ദം മറ്റുള്ള കാതുകൾക്ക് ഇമ്പമല്ലാതിരുന്നപ്പോൾ അവന് മനസ്സിലായി എന്റെ ശബ്ദം എന്റെ കർത്താവിന് മൃദുവായി മാറുവാനിടയായി മാറ്. ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്, നാം നിലവിളിക്കുമ്പോൾ, നാം കരയുമ്പോൾ, മറ്റുള്ളവർക്ക് നമ്മളോട് കരുണ തോന്നാതിരിക്കുമ്പോൾ, കരയുന്ന, നിലവിളിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്നവർക്ക് നമുക്ക് നല്ലവണ്ണം അറിയാം ഈ ശബ്ദം മറ്റുള്ളവർക്ക് അസൗകര്യം ഉണ്ടാക്കുന്നതാണെങ്കിലും, ഈ ശബ്ദം മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാക്കുന്നതാണെങ്കിലും, ഇന്ന് രാത്രിക്കാല കരങ്ങൾ ചേർത്തടിച്ച് അധരങ്ങൾ തുറക്കുന്ന ദൈവജനത്തിനറിയാം ഇത് ഇന്ന് രാത്രിക്കാല മണ്ണിൽ തുടങ്ങുന്ന പ്രവൃത്തിയാണെങ്കിൽ, ഇന്ന് പകലക്കാല ജഡത്തിൽ തുടങ്ങുന്ന ആരാധനയല്ല, ജഡത്തിൽ തുടങ്ങുന്ന പാട്ടല്ല, ജഡത്തിൽ തുടങ്ങുന്ന പ്രസാദമല്ല. ഇന്ന് പകലെ എനിക്ക് നല്ല ഉറപ്പുണ്ട്, എന്റെ ദൈവത്തിന് ഒരു സൗരഭ്യവാസനയായി മാറുമെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം ഇതാണ്, അവൻ ഏറ്റവും അധികം നിലവിളിക്കുവാൻ തുടങ്ങി. ഏറ്റവും അധികം നിലവിളിച്ചു. പക്ഷെ ഒന്ന് നമ്മൾ കാണുന്ന ഇതാണ്, യേശു എന്ത് ചെയ്തു? അവന്റെ നിലവിളി കേട്ടു എന്ത് ചെയ്തു? അവിടെ നമ്മൾ വായിക്കുന്നത്, അപ്പോൾ യേശു എന്ത് ചെയ്തു? നിന്നു. കണ്ണ് കാണാത്ത മനുഷ്യന്റെ നിലവിളി കേട്ടു യേശു അവിടെ നിന്നു. നിന്നത് ചുമ്മാതല്ല, ക്ഷേമം അന്വേഷിക്കുവാനല്ല, അവന്റെ ആവശ്യം എന്തെന്ന് മനസ്സിലാക്കുവാൻ കർത്താവ് അവിടെ നിന്നുവെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്, എത്ര വലിയ തിരക്കാണെങ്കിലും, എത്ര വലിയ ബിസി ആണെങ്കിലും, കണ്ണുനീർ കാണുമ്പോൾ മനസ്സറിയുന്നൊരു സ്വർഗം ഇന്ന് രാത്രി വിശുദ്ധി ആരാധന ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ ഇന്ന് രാത്രിക്കാൽ നിന്റെ നിലവിളിയുടെ മുമ്പിൽ, ഇന്ന് രാത്രിക്കാല മകനെ, മകളെ എന്ന് പറഞ്ഞ്, ഇന്ന് രാത്രിക്കാൽ നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം എന്നുള്ള ചോദ്യത്തോട് അവൻ ഇന്ന് രാത്രിക്കാല നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ, നിനക്ക് വേണ്ടി ഇന്ന് രാത്രിക്കാല വായ തുറക്കുവാൻ, നിനക്ക് വേണ്ടി ഇന്ന് രാത്രിക്കാലം അസാധ്യമെന്ന് നീ പറയുന്ന ചിലതിനെ ഇന്ന് രാത്രിക്കാലം എന്റെ കർത്താവ് നിറവേറ്റുവാൻ ഇന്ന് രാത്രികാലം നമ്മുടെ നിലവിളിയുടെ മുമ്പിൽ, നമ്മുടെ പ്രാർത്ഥനയുടെ പിന്നിൽ, നമ്മുടെ കരച്ചിന്റെ പിന്നിൽ അവൻ നിൽക്കുവാനിടയായി മാറട്ടെ. ഓർക്കുക, ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ വിശ്വസ്തത, ദൈവത്തിന്റെ കൃപ ഭയങ്കരമാണ്. ഓർക്കുക, ആര് അവനോട് മിണ്ടല്ലെന്ന് പറഞ്ഞു, ആര് നിന്റെ ശബ്ദം പുറത്തു കൊണ്ടുവരില്ലെന്ന് പറഞ്ഞു, ആര് നിന്റെ ശബ്ദം ഞങ്ങൾക്ക് ഓർക്കുക ബുദ്ധിമുട്ടെന്ന് ആര് പറഞ്ഞു. ഓർക്കുക, പിന്നെ നമ്മൾ അവിടെ കാണുന്നത് അവരുടെ എല്ലാം വായെ അടച്ചുകൊണ്ട് ഒരുവൻ, ഓർക്കുക, അവന് വേണ്ടി വായ തുറന്നുവെങ്കിൽ, അവന് വേണ്ടി സംസാരിക്കുവാൻ തുടങ്ങിയെങ്കിൽ ഇന്ന് രാത്രികാലം അടയ്ക്കുവാൻ ഇവിടെ ആളുണ്ട്, തകർക്കുവാൻ ആളുണ്ട്, മുറിയപ്പെട്ടവരെ വീണ്ടും മുറിക്കുവാൻ ആളുണ്ട്. പക്ഷേ മുറിവ് കെട്ടുവാൻ ഇവിടെ ആരുമില്ല, കൈ താങ്ങുവാൻ ഇവിടെ ആരുമില്ല, ചേർത്ത് പിടിക്കുവാൻ ഇവിടെ ആരുമില്ല. പക്ഷേ പലരും തടയുമ്പോൾ, പല വീടുകളിൽ പലരും തടസ്സമായി മാറുമ്പോൾ യേശു അവരുടെ വായ അടയ്ക്കുവാൻ, യേശു അവർക്ക് അവന് വേണ്ടി വായ തുറന്നുവെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്, ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി, ഒരു ദൈവിക വിടുതലിന് വേണ്ടി ഇന്ന് രാത്രികാലം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി, ഇന്ന് യേശു നമുക്ക് വേണ്ടി അധരം തുറക്കുന്ന രാത്രിയായി മാറട്ടെ. അതിന് 49-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, അവനെ വിളിപ്പിനെന്ന് പറഞ്ഞു. വായിച്ചാട്ടെ, ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നു എന്നവൻ പറഞ്ഞു. അവൻ നിന്നെ വിളിക്കുന്നുവെന്ന് പറഞ്ഞു. കുരുടനെ വിളിച്ചു. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ആരാണോ വായടക്കാൻ പറഞ്ഞത്, ആരാണ് നിലവിളിക്കലെന്ന് പറഞ്ഞത്, ആരാണ് നസ്രയനായ യേശുവേ എന്ന് പറഞ്ഞ ഗുരുവിനെ അസഹ്യപ്പെടുത്തിയവർ, ഓർക്കുക, അവന്റെ യാത്രയ്ക്ക് തടസ്സമായത് ആരാണോ നിന്റെ വായ അടച്ചത്, അവനെ കൊണ്ട് തന്നെ ദൈവം പൊക്കിയെടുത്ത് എന്റെ നസ്രയന്റെ മുമ്പിൽ കൊണ്ടിരുത്തിയെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്, എത്ര പേർക്ക് ഉറപ്പുണ്ട്, ശത്രു പലതും നമുക്ക് തിന്മയ്ക്കായി ചെയ്യുമ്പോൾ നന്മയാക്കി മാറ്റുന്ന ദൈവത്തെയാണ് ഇന്ന് രാത്രിക്കാലം നാം ആരാധിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം തിരിച്ചറിയ, ആരാണോ ഇന്ന് രാത്രിക്കാലം നിനക്കെതിരെ ശബ്ദം ഉയർത്തിയത്, ആരാണോ നിന്റെ നിലവിളി കേൾക്കുന്ന നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്, അവരെ കൊണ്ട് തന്നെ നിന്നെ ഇന്ന് രാത്രിക്കാലോ അവന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചിട്ട് അവന്റെ കരുണ അവന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി മാറി. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി.
അതാണ് ദൈവത്തിന്റെ കരുണ, അതാണ് ദൈവത്തിന്റെ വിശ്വസ്തത എന്ന് പറയുന്നത്. ഇന്ന് രാത്രിക്കാലം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. 49 വാക്യം ഇങ്ങനെ വായിക്കുന്നത്, അവനെ വിളിപ്പിനെന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, വിളിക്കുന്നുവെന്ന് അവൻ പറഞ്ഞു. കുരുടനെ വിളിച്ചു, അവന്റെ പുതപ്പ് ഇട്ട് കളഞ്ഞു. അവസരം കിട്ടിയപ്പോൾ അവൻ കൈകാര്യം ചെയ്യുവാൻ തുടങ്ങി. ഒരു കൂട്ടർ അവനെ തളർത്തി, ഒരു കൂട്ടർ മിണ്ടാതിരിക്കുവാൻ പറയുന്നു. കുറച്ചു പേര് അവനെ ശാസിക്കുവാൻ തുടങ്ങി. പക്ഷേ ഗുരുവിന്റെ ശബ്ദം കേട്ടപ്പോൾ ആരോ പറഞ്ഞു, ഗുരു നിന്നെ വിളിക്കുക. പക്ഷേ അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, പുതപ്പ് എന്ത് ചെയ്തു? കുടഞ്ഞു കളഞ്ഞു. ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ദൈവ പ്രവൃത്തിക്ക് തടസ്സമാകുന്ന ചിലതിനെ കുടഞ്ഞു കളഞ്ഞാൽ, ചിലതിനെ ഇന്ന് രാത്രിക്കൽ വേണ്ട എന്ന് വെച്ചാൽ, ഇന്ന് രാത്രിക്കലും അകത്ത വിശ്വാസം വലുതാണെങ്കിൽ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം വലുതാണെങ്കിൽ, ഇന്ന് രാത്രിക്കലും ലോകത്തിന്റെ പുതപ്പ് എനിക്ക് വേണ്ട, ലോകത്തിന്റെ സുഖം എനിക്ക് വേണ്ട, എനിക്ക് ഏത് വിധേനയെങ്കിലും യേശുവിനെ അടുക്കൽ ചെല്ലണമെന്ന ആഗ്രഹത്തോടെ ഇന്ന് രാത്രിക്കാലം കുതിച്ചെഴുന്നേൽക്കുവാൻ തയ്യാറായാൽ, ഇന്ന് രാത്രിക്കാലം നിനക്ക് വേണ്ടി എന്റെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുവാൻ എന്റെ കർത്താവ് ഇന്ന് രാത്രിക്കാലം ശക്തനാണ്. ലോകത്തിന്റെ പുതപ്പ്, ലോകത്തിന്റെ കൈത്താങ്ങലൊക്കെ നമ്മളെ തളർത്തിക്കളയും. ഓർക്കുക, ലോകത്തിന്റെ പുതപ്പ് ഓർക്കുക, തണുപ്പ് മാറ്റുന്നതാ. ലോകത്തിന്റെ പുതപ്പ് ഒരിടത്ത് നമ്മളെ ഒതുക്കുന്നതാ. ലോകത്തിന്റെ പുതപ്പുകൾ പ്രത്യാശയില്ലാതാക്കി മാറ്റുന്നതാ. പക്ഷേ യേശുവിനെ അടുക്കിലേക്ക് അവനെ കൊണ്ടുവരുവാൻ കഴിഞ്ഞപ്പോൾ അവന് വേണ്ട പുതപ്പ് പുതച്ചുകൊണ്ട് പോകാം. പക്ഷേ അവൻ പറഞ്ഞതാണ്, ഈ പുതപ്പൊന്നും എനിക്ക് വേണ്ട, അകത്തൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ പോയതുപോലെയല്ല തിരിച്ചു വരുന്നത്. ഇപ്പോൾ ഞാൻ അന്ധനായി ഞാൻ മടങ്ങിപ്പോ അങ്ങോട്ട് ചെല്ലുന്നുവെങ്കിൽ ഞാൻ തിരികെ വരുന്നത് സൗഖ്യമുള്ളവനായിട്ടാണ് തിരികെ വരുമെന്നുള്ള അകത്തെ വിശ്വാസത്തോടെ ലോകത്തിന്റെ പുതപ്പിനെ അവൻ എടുത്തു മാറ്റിയിട്ട് കുടഞ്ഞു കളഞ്ഞിട്ട് ഇരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് അവൻ എഴുന്നേറ്റുവെങ്കിൽ, ഇന്ന് രാത്രിക്കാലം സാഹചര്യം പറഞ്ഞിരിക്കുന്ന രാത്രിയല്ല, ഇന്ന് രാത്രിക്കാലം അതിന്റെ മീതെ, ഇന്ന് രാത്രിക്കാലം നിനക്ക് വേണ്ടി വലിയത് ചെയ്യുവാൻ എന്റെ കർത്താവ് ശക്തനെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ അടുക്കലേക്ക് ഇന്ന് രാത്രിക്കാലോ ഓടിച്ചെല്ലുന്ന ഒരു രാത്രിയായി മാറട്ടെ. അവൻ എന്തുകൊണ്ടാണ് പുതപ്പ് കുടഞ്ഞു കളഞ്ഞത്? ഞാനോ നിങ്ങളെയാണെങ്കിൽ പുതപ്പ് കൊണ്ട് പോകും. കാരണം ഇതാണ്, നമുക്ക് രണ്ട് സംശയങ്ങളാ, വിടുതൽ കിട്ടുമോ വിടുതൽ കിട്ടുകയോ. ഇനി സൗഖ്യം പ്രാപിച്ചില്ലെങ്കിൽ പുതപ്പില്ലാതെ നമുക്ക് ആ സ്ഥലത്ത് ഇരിക്കുവാൻ കഴിയത്തില്ല. പക്ഷേ ഇവന്റെ അകത്ത വലിയ വിശ്വാസമാണ്. പുറം കണ്ണ് ഓർക്ക് കാഴ്ചയില്ലെങ്കിൽ അകക്കണ്ണിൽ വലിയ വിശ്വാസമായിരുന്നു. ഞാൻ ചെന്നതുപോലെയല്ല, ഇനി എനിക്ക് പുതപ്പ് വേണ്ട, ഇനി എനിക്ക് ഇരിപ്പിടം വേണ്ട, എനിക്ക് ഇനി സാഹചര്യം വേണ്ട. പക്ഷേ എന്റെ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സൗഖ്യം ലഭിക്കുക തന്നെ ചെയ്യൂ. എന്റെ സാഹചര്യങ്ങൾക്ക് മാറ്റം സംഭവിക്കുക തന്നെ ചെയ്യൂ. എന്റെ അവസ്ഥകൾക്ക് ഒരു വ്യതിയാനം ഉണ്ടാകുമെന്നുള്ള അകത്തു നല്ല നിശ്ചയമുള്ള മനുഷ്യൻ ഓർക്കുക, യേശുവിന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുവാനിടയായി മാറി. 51 വാക്യം ഇങ്ങനെ വായിക്കുന്നു. വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകുക. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് ഇച്ഛിക്കുന്നുവെന്ന് ചോദിച്ചതിന്, നീ എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന്, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. അപ്പൊ നമ്മുടെ മനസ്സിലായ ഒരു കാര്യം, സാധാരണ ഒരു കുരുടനല്ല, അന്നുള്ള ആഹാരത്തിനുള്ള മാർഗം മാത്രം ലഭിച്ചാൽ മതി എന്നുള്ള ചിന്താഗതിയല്ല. അകത്തൊരു വാഞ്ചി ഉണ്ടായിരുന്നു. എന്റെ സാഹചര്യം ഓർക്ക്, എന്റെ പിതാവ് ഓർക്ക് അന്ധനായതുകൊണ്ട് ഞാൻ ദാരിദ്ര്യരേഖയിലേക്ക് താഴെ നിൽക്കുന്നവനാ. എന്റെ കിടപ്പ് പുറക്ക് മലവിസർജനങ്ങളും ഇവിടെ തന്നെ കിടക്കുക. പക്ഷേ അകത്തൊരാഗ്രഹം ഉണ്ടായിരുന്നു, സാഹചര്യത്തിനൊരു മാറ്റം ഉണ്ടാകണം. ഇന്ന് രാത്രിക്കാലം തിരിച്ചറിയുക, നിങ്ങളുടെ സാഹചര്യത്തെ നോക്കിക്കൊണ്ട് ഇന്ന് രാത്രിക്കാലം തിരിച്ചറിയേണ്ടത്, എന്റെ അപ്പയുടെ അമ്മയുടെ ശാപം എന്റെ ജീവിതത്തിലുള്ളത്രയും കാലം എന്റെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളെ കൊണ്ട് ഞാൻ ഇങ്ങനെയായി, അതുകൊണ്ട് എന്റെ സാഹചര്യം ഇവിടെ കൊണ്ട് തീരുമെന്നല്ല ചിന്തിക്കേണ്ടത്. ഇന്ന് രാത്രിക്കലും അതിന്റെ മീതെ ഒരു ആഗ്രഹം ഉണ്ടാകണം. നിന്റെ സാഹചര്യത്തിനൊരു മാറ്റം തരുമെന്ന്, എന്റെ അവസ്ഥകൾക്ക് ഒരു ഭേദം വരുത്തുമെന്ന്, എന്റെ യേശുവിന് എന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുമെന്നുള്ള അകത്ത ചിന്താഗതിയോട് ഇന്ന് രാത്രിക്കാലം തിരിച്ചറിയുക. അവൻ വിളിച്ചു പറയുന്ന കാര്യം ഇതാണ്, റബ്ബി, ഗുരു, എനിക്ക് കാഴ്ച പ്രാപിക്കണം.
ഓർക്കുക, നമ്മളിപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഭിക്ഷ കൊടുക്കുന്നവന്റെ ചിന്ത, ഞാൻ സഹിതം ഭിക്ഷ കൊടുക്കുമ്പോൾ നമ്മുടെ ചിന്ത ഇതാണ്: 5, 10, 50 കൊടുത്ത് നമ്മുടെ ചിന്ത ഒരു നേരത്തെ ആഹാരത്തിനുള്ള കൊടുത്താൽ മതി. പക്ഷെ ഞാനൊന്ന് പറയാ, ഭിക്ഷ എടുക്കുന്നവരുടെ മനസ്സിലും ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങളില്ലാത്തവർ ഭൂമിയിൽ ആരുമില്ല. ഭിക്ഷ എടുക്കുന്നവൻ ഓർക്കുക, കണ്ണ് കാണാത്തവൻ, കാഴ്ചയില്ലാത്തവൻ ഓർക്കുക, എരിഹോം പട്ടണത്തിനകത്ത് ഭിക്ഷ യാചിക്കുമ്പോഴും ഓർക്കുക, നാണയത്തുട്ടുകൾ കൊണ്ട് വലിച്ചെറിഞ്ഞ് ഓർക്കുക, മറ്റുള്ളവർ യാത്ര ചെയ്യുമ്പോഴും ഭിക്ഷയെടുക്കുന്നവന് സ്വപ്നങ്ങളുണ്ട്, ഭിക്ഷയെടുക്കുന്നവനും ആഗ്രഹമുണ്ട്. ഞാൻ ഓർക്കുക, അന്ധനായ ഒരു അപ്പന് ജനിച്ചതുകൊണ്ട് ഞാനും അന്ധനായി ലോകത്തിന്റെ ഒന്നും എനിക്ക് കാണുവാൻ കഴിയത്തില്ല, ജീവിതം മൊത്തം ഇരുളടയുമെന്നുള്ള ചിന്താഗതിയോടെ മനസ്സും അടുത്തവനെയല്ല നമ്മൾ കാണുന്നത്. ലോകത്തിന്റെ വൈദ്യശാസ്ത്രത്തിന് എന്നെ വിടിവിക്കുവാൻ കഴിയത്തില്ല. ലോകം മൊത്തം പറയോ, പിതാവിന്റെ ശാപമായിരിക്കും തലമുറയിൽ വന്നു വീണത്, ഇവനും അന്ധനായി മാറി, ഇനി ഒരിക്കലും ഇവൻ വെളിച്ചം കാണത്തില്ല. പക്ഷേ ഒന്ന് ഞാൻ പറയാ, അവന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തിലെ വെളിച്ചം വലുതായിരുന്നു. എന്റെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ നസ്രയനെ ഞാൻ കണ്ടുപെട്ട് യേശുവിനെ കുറിച്ച് നല്ല അറിവ് എനിക്കുണ്ട്. പക്ഷേ ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്? കേൾക്കുന്ന രാത്രിയല്ല, ഇന്ന് രാത്രികാലം ആരിലും പ്രവർത്തിക്കാത്ത ചില വിടുതലുകൾ വിശ്വസിക്കുന്നവരുടെ ഇന്ന് രാത്രികാലം കൈമാറുന്ന രാത്രിയായി മാറട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം തിരിച്ചറിയുക, അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹവും യേശുവിന്റെ അടുക്കലേക്ക് അവനോട് എത്തണമെന്നാണ്. യേശുവിനോട് ചോദിക്കുന്ന ചോദ്യമാണ് നമ്മളിവിടെ വായിച്ചത്. 51-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്താലും നീ എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. ഒറ്റ ദൈവ പ്രവൃത്തി കൊണ്ട് ഒരു വിടുതൽ സംഭവിച്ചപ്പോൾ പിന്നീട് ഓർക്കുക, അവൻ വീട്ടിലേക്കല്ല പോയത്, ഓർക്കുക, കൂട്ടുകാരുടെ അടുക്കലേക്കല്ല അവൻ പോയത്, യേശുവിന്റെ പാത പിൻപറ്റി. ഒന്ന് ഞാൻ പറയാ, സ്നാനപ്പെടാത്ത, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്ത, ചർച്ചിൽ പോകാത്ത, അഭിഷേകം പ്രാപിക്കാത്ത ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം എത്രമാത്രം വിടുതൽ ചെയ്തുവെങ്കിൽ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവസഭയിലെ അംഗമായി നിൽക്കുന്ന എന്റെയും നിങ്ങളുടെയും നിലവിളി ദൈവം കേൾക്കാതിരിക്കുന്ന രാത്രിയല്ല, എന്റെ നിങ്ങളുടെ ആഗ്രഹത്തെ സഫലമാക്കാതിരിക്കുന്ന രാത്രിയല്ല. ഇന്ന് രാത്രികാലം അവന്റെ നാമത്തിന് വേണ്ടി, അവന്റെ രാജ്യത്തിന് വേണ്ടി നെറ്റിയും ചങ്കു കൊടുത്തുകൊണ്ട് ദൈവനാമ നിമിത്തം ഇന്ന് രാത്രികാലം പലയിടങ്ങൾ നിന്ദിക്കപ്പെട്ടവരായി മാറിയെങ്കിൽ, ഇന്ന് രാത്രികാലം അവൻ തല കുനിക്കുന്ന രാത്രിയല്ല, ഇന്ന് രാത്രികാലം നമ്മുടെ തലകളെ അവൻ ഉയർത്തുന്ന രാത്രിയായി മാറട്ടെ. ഓർക്കുക, അതിനു മുമ്പ് അവൻ യേശുവിനെ കണ്ടിട്ടില്ല. അതിനു മുമ്പ് യേശു സൗഖ്യം കൊടുക്കുന്നവനൊക്കെ അവൻ അറിഞ്ഞിട്ടുണ്ട്, കേൾവി നല്ല രീതിയിലുണ്ട്. അതുകൊണ്ടാണ് യേശു പോകുന്നു എന്നവൻ കേട്ടിട്ട് അവൻ നിലവിളിക്കുവാൻ തുടങ്ങിയത്. ഒന്ന് നമുക്ക് മനസ്സിലായി, നിലവിളിച്ചാൽ എന്റെ കർത്താവ് നിൽക്കുവാനിടയായി മാറും. ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്? എത്ര പേർക്ക് നല്ല ഉറപ്പുണ്ട്? അവനോട് ചോദിച്ചാൽ പറയും, പണം കൊടുത്താണോ സൗഖ്യം ലഭിച്ചത്? അല്ല. ആത്മബലം കാണിച്ചാണോ സൗഖ്യം ലഭിച്ചത്? അല്ല. ഒറ്റ കാര്യമേ എന്റെ ജീവിതത്തിലുള്ളത്, എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. എന്റെ മുമ്പിലൂടെ കടന്നുപോയവൻ സാധാരണ മനുഷ്യനല്ലായിരുന്നു, അവൻ അസാധാരണമാകുന്ന മനുഷ്യനായിരുന്നു. എന്റെ മുമ്പിലൂടെ പോയവൻ മണ്ണിൽ ഇറങ്ങി വന്നവനല്ല, വിണ്ണിലെ തേജസ് ചുമന്നു വന്നവനാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്? വൈദ്യന് ചെയ്യുവാൻ കഴിയാത്തത് ഇന്ന് രാത്രികാലം യേശുവിന് ചെയ്യുവാൻ കഴിയോ? ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ബോധ്യമുണ്ട്? മറ്റുള്ളവർ മിണ്ടാതിരിക്കുവാൻ പറഞ്ഞ സ്ഥാനത്ത്, മറ്റുള്ളവർ ശബ്ദം വെക്കലെന്ന് പറഞ്ഞ സ്ഥാനത്ത് അവരുടെ മുമ്പിൽ വെച്ചതിന്റെ അവന്റെ വിശ്വാസത്തെ ദൈവം മാനിച്ചിട്ട്, ആ മനുഷ്യന്റെ വലിയ വിശ്വാസത്തെ ദൈവം കണ്ടിട്ട് അവന്റെ കണ്ണിന് ദൈവം കാഴ്ച കൊടുത്തുവെങ്കിൽ, ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്? അകത്തെ വിശ്വാസം വലുതായി മാറണം. കണ്ടാൽ അവന് ലുക്കൊന്നുമില്ല, കണ്ണ് കാണില്ല, അവർക്ക് നല്ല രീതിയിൽ അവർക്ക് മുടിയൊന്നും വെട്ടിയിട്ടില്ല, ഹെയർ കട്ടിങ് ഇല്ല, നല്ല രീതിയിൽ അവൻ ഷേവ് ചെയ്തിട്ടില്ല, നല്ല വസ്ത്രം ഓർക്കുക അവനെ കണ്ടില്ല. പക്ഷെ ഞാനൊന്ന് ചിന്തിക്കണോ, ഞാനോ നിങ്ങളെയാണെങ്കിൽ ഓർക്കുക, കാറ് വരികയോ അതുപോലെ തന്നെ നല്ല വീട്ടിൽ പറക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മൾ ഡീല് ചെയ്യും. പക്ഷേ യേശു അവന്റെ പുറമല്ല നോക്കിയത്, അവന്റെ അകത്തെ വിശ്വാസമാണ് നോക്കിയത്. ഇന്ന് രാത്രിക്കുള്ള മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുമ്പോൾ ദൈവ ഹൃദയം
ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാണെങ്കിൽ ഇന്ന് രാത്രിക്കാലം നമ്മുടെ ഹൃദയത്തിന്റെ വേദന, നമ്മുടെ ഹൃദയത്തിന്റെ ഭാരം, നമ്മുടെ ഹൃദയത്തിന്റെ വിശ്വാസത്തെ ഇന്ന് രാത്രിക്കാലം തൂക്കുന്ന ഒരു കരമുണ്ടെങ്കിൽ അത് യേശുവിന്റെ കരമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം തിരിച്ചറിയുക, അവന്റെ ജീവിതത്തിൽ ഒരു വ്യതിയാനം സംഭവിക്കാനിടയായി മാറി. പക്ഷേ അവന്റെ മാറ്റം, അവന്റെ ജീവിതത്തിന്റെ വിടുതൽ, അവന്റെ ശരീരത്തിന് രൂപമാറ്റം കണ്ടപ്പോൾ മനസ്സിലായി ഇവൻ എരിഹോ പട്ടണത്തിൽ പിടിച്ചെടുത്തവനാ. പക്ഷേ പിന്നെ നമ്മളിവിടെ കാണുന്നവന് മനസ്സിലായി നമ്മുടെ കാര്യം ഇതാണ്, പിന്നെ യേശുവിന്റെ പാത പിൻചുറ്റുവാൻ, യേശുവിന്റെ കൂടെ നടക്കുവാൻ അവന്റെ ഹൃദയത്തിനകത്തെ വിശ്വാസം വലുതായി മാറിയെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട് അവൻ സൗഖ്യത്തിന് വേണ്ടി വന്നവനല്ല, അവന് കണ്ണിനെ സൗഖ്യം കിട്ടുന്ന സത്യമാ. പക്ഷേ വിടിവിച്ചവനെ അവൻ ഒരിക്കലും മറന്നു പോകാതെ, നടത്തിയവനെ ഒരിക്കലും മറന്നു പോകാതെ, അവന്റെ സാഹചര്യത്തെ അവൻ തിരികെ ചിന്തിച്ചുകൊണ്ട് വന്ന വഴി മറന്നു പോകാതെ അവൻ ദൈവത്തെ പിൻപറ്റിയെങ്കിൽ, അവന്റെ കൂടെ അവൻ യാത്ര ചെയ്തുവെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം ഇതാണ്, നമ്മുടെ സാഹചര്യങ്ങള്, നമ്മുടെ അവസ്ഥകള്, നമ്മുടെ നിലവാരങ്ങളെ മാറ്റിമറിച്ച ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം ദൈവം ചെയ്ത നന്മകളെ ഇന്ന് രാത്രിക്കാലം ഓർക്കുന്ന ഒരു രാത്രിയായി മാറട്ടെ. ആ മനുഷ്യന്റെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി പഠിക്കുവാൻ കഴിയും. ഓർക്കുക, അവസ്ഥകൾ മാറിയപ്പോൾ, സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വന്നപ്പോൾ അവനെ വിടിവിച്ച ദൈവത്തെ അവൻ മറന്നുപോയില്ല, അവനെ നടത്തിയ ദൈവത്തെ അവൻ മറന്നുപോയില്ല. അതേ പട്ടണത്തിൽ അവനൊരു ചരിത്രമായി മാറിയെങ്കിൽ, അതേ പട്ടണത്തിൽ അവനൊരു സംസാര വിഷയമായി മാറിയെങ്കിൽ 2025 ഞാൻ വിശ്വസിക്കുന്നു ഈ ആണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വചനം ഇവിടെ ശ്രമിക്കുമ്പോൾ ഇന്ന് രാത്രി നിങ്ങളൊരു ചരിത്ര വിഷയമായി മാറണോ, നിങ്ങളുടെ പ്രാർത്ഥന ഒരു ചരിത്ര വിഷയമായി മാറണോ, നിങ്ങളുടെ തലമുറ ദേശത്ത് ഒരു ചരിത്ര വിഷയമായി മാറണോ, നിങ്ങളുടെ ഭവനം ഒരു ചരിത്ര വിഷയമായി മാറണോ, നിങ്ങളുടെ ജോലികൾ, നിങ്ങളുടെ ബിസിനസ്സുകൾ ഒരു ചരിത്ര വിഷയമായി മാറണോ. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ ഇത് ദൈവത്താൽ സംഭവിച്ചു, ഇത് നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം എന്ന് പറയത്തക്ക രീതി ഒരു ദൈവ പ്രവൃത്തിയുടെ ചലനം ഇന്ന് രാത്രികാലം ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രികാലം ഒരു അത്ഭുതത്തിന്റെ രാത്രിയായി മാറട്ടെ. 30, 60, 100 ചില കൊയ്ത്തിന്റെ കാലഘട്ടമായി മാറട്ടെ. നഷ്ടപ്പെട്ടതിനെ തിരികെ പിടിക്കുന്ന വർഷമായി മാറട്ടെ. ഇന്ന് രാത്രികാലം മുളപൊട്ടാത്ത ചിലതിന് നാവുകൾ പൊട്ടി പുറപ്പെടുന്ന രാത്രിയായി മാറട്ടെ. അതുകൊണ്ട് തിരിച്ചറിയുക, ഞാൻ വിശ്വസിക്കുന്നു എന്നോട് നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിറവേറും, എന്നോട് നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിറവേറും. ഓർക്കുക, ഇന്ന് രാത്രി നമുക്ക് എത്ര പേർക്ക് ബോധ്യമുണ്ട്, എത്ര പേർക്ക് പ്രത്യാശയുണ്ട്, എത്ര പേർക്ക് സന്തോഷമുണ്ട്, എത്ര പേർക്ക് ഉറപ്പുണ്ട്. ഇന്ന് രാത്രികാലം ഇല്ലാത്തതിന് ഇന്ന് രാത്രികാലം വിളിച്ചു വരുത്തുവാൻ കഴിവുള്ളവനെയാണ് നാം ആരാധിക്കുന്നത്. ഇന്ന് രാത്രികാലം ശൂന്യതകള് നിറവാക്കുവാൻ കഴിവുള്ളവനെയാണ് നാം ആരാധിക്കുന്നത്. ഇന്ന് രാത്രികാലം തൃക്കറന്ന് തുറന്നാൽ ആകാശത്തിലെ പറവകൾക്കോ, കാട്ടിലെ മൃഗങ്ങൾക്കോ, ആറ്റിലെ മത്സ്യങ്ങൾക്കോ ആഹാരങ്ങൾ കൊടുക്കുവാൻ കഴിവുള്ള തൃക്കരമുള്ള ദൈവത്തിന്റെ കരം ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം പ്രത്യാശയോടെ, സന്തോഷത്തോടെ നമുക്കെല്ലാം എഴുന്നേറ്റ് സമയം നമ്മുടെ മുമ്പിലേക്ക് അതിക്രമിച്ചിരിക്കുക. നമുക്കെല്ലാം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചില പാട്ടിന്റെ വരികൾ പാടി സന്തോഷത്തോടെ, പ്രത്യാശയോടെ, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടുമുള്ള ആ മനോഹരമാകുന്ന പാട്ടിന്റെ വരികൾ പാടി നമ്മുടെ ദൈവത്തെ ഇന്ന് രാത്രികാലം ആരാധിച്ച് ദൈവം തന്നിരിക്കുന്ന നന്മകൾ അർപ്പിച്ച് സന്തോഷത്തോടെ നമുക്ക് മടങ്ങിപ്പോകാമല്ലോ. സ്തോത്രം, സ്തോത്രം. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത
സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം പ്രാപിക്കുന്നവർ കുഞ്ഞാട്ടി കല്യാണമേ ദിനത്തിൽ തന്നെ കാക്കയാറും വിശുദ്ധ സഭ കുഞ്ഞാട്ടി കല്യാണമേ ദിനത്തിൽ തന്നെ കാക്കയാറും വിശുദ്ധ സഭ ആടിയറയ്ക്കുള്ളിൽ കടക്കുവാൻ ആടിയറയ്ക്കുള്ളിൽ കടക്കുവാൻ സന്തോഷമെന്നു 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 സന്തോഷമെന്നു
രാത്രി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. ഞാൻ മറയട്ടെ നിറഞ്ഞ ലോകമേ ഞാൻ മറയട്ടെ കണ്ണീവേ
മനസ്സിൽ കണ്ടിടൂ കണ്ടിടൂ പ്രിയനെ ഞാൻ കണ്ടിടൂ അങ്ങേരല്ല സുന്ദരല്ല തന്റെ മുഖം കണ്ടിടൂ 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 പ്രിയനെ ഞാൻ കണ്ടിടൂ അങ്ങേരല്ല സുന്ദരല്ല തന്റെ മുഖം കണ്ടിടൂ യേശുവേ बनावे ദീപമേ യേശുവേ बनावे ദീപമേ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ഇന്ന് രാത്രികാലം ഈ ആലയത്തിൽ കടന്നു വന്നിരിക്കുന്ന ജനത്തിന്റെ മേലും അവർക്ക് കൊടുത്തിരിക്കുന്ന ഭൗതിക ആത്മീയ നന്മയുടെ മേലും ഭൂമിയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരുടെ മേലും ദൈവമക്കളുടെ മേലും ഇന്ന് മുതൽ കർത്താവിന്റെ രണ്ടാമത്തെ മേഘ പ്രത്യക്ഷത വരിയിരിക്കുമാറാകണമേ. ആമേ. അർക്കപ്പെട്ട കുഞ്ഞാടിനെ നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.